ഓം ഭദ്രകാളിയേ നമഃ. എല്ലാവർക്കും അമ്മൻ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് ശനിയുടെ വക്രഗതി മാറ്റത്തെ പറ്റിയാണ്. ശനിയുടെ വക്രഗതി മൂലം ഏതൊക്കെ രാശികളിൽപ്പെട്ട നക്ഷത്രജാതകർക്കാണ് ഇനി മുന്നോട്ടുള്ള സമയം ആ കഷ്ടനഷ്ടങ്ങൾ, ദുഃഖദുരിതങ്ങൾ ഒക്കെ വിട്ടൊഴിഞ്ഞ് ശനി ദോഷങ്ങൾ വിട്ടുമാറി ജീവിതത്തിൽ ഒരു നന്മ ലഭിക്കുന്നത് എന്നതിനെ പറ്റിയാണ്. എന്താണ് വക്രഗതി എന്ന് നോക്കിയാൽ, ഒരു ഗ്രഹം അത് സഞ്ചരിക്കുന്ന ആ രീതിക്ക് നേർവിപരീത ദിശയിൽ സഞ്ചരിക്കുന്ന സമയത്തെയാണ് വക്രഗതി എന്ന് പറയുന്നത്. അതായത് പിന്നോട്ടുള്ള സഞ്ചാരം എന്നർത്ഥം. ശനി വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ പൊതുവെ ശനി മന്ദനാണ്, വളരെ മന്ദഗതിയിൽ സഞ്ചരിക്കുന്ന ഗ്രഹം. ആ ഗ്രഹം അതിന് നേർ വിപരീതമായി വക്രഗതിയിൽ പിന്നോട്ട് സഞ്ചരിക്കുമ്പോൾ ശനി വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്ന കാലം ആരംഭിക്കുകയാണ്. ഇവിടെ ഏറ്റവും അധികം പ്രയോജനം ലഭിക്കുന്നത് ഇപ്പോൾ ശനി ദോഷങ്ങൾ അനുഭവിക്കുന്ന രാശിക്കാർ, അതായത് ഏഴരശനി, കണ്ടകശനി, അഷ്ടമശനി, അർദ്ധാഷ്ടമശനി എന്നീ ശനിദോഷങ്ങൾ അനുഭവിക്കുന്ന ഒരു 7 രാശിക്കാരുണ്ട്. ഈ 7 രാശികളിൽപ്പെട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിട്ടാണ് ഈ ഒരു ശനിയുടെ വക്രഗതി ഏറ്റവും അധികം ഗുണഫലങ്ങൾ നൽകുന്നത്. അതായത് ആ ശനി ദോഷങ്ങളിൽ നിന്നൊക്കെ ഒന്ന് മുക്തമായി വിട്ടുമാറി ജീവിതത്തിൽ ഒരു ഉയർച്ച, ഒരു നന്മകളൊക്കെ വന്നു ചേരുന്ന സമയമാണ് മുന്നോട്ട് ആരംഭിക്കുവാൻ പോകുന്നത്. ശനിയുടെ വക്രഗതി ആരംഭിക്കാൻ ഇനി കുറച്ച് അധിക സമയം മുന്നോട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, ഈ ഒരു ശനി ദോഷം ഇപ്പോൾ അനുഭവിക്കുന്ന ഒരുപാട് രാശിക്കാരുണ്ട്. അപ്പോൾ അവരുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന പല ബുദ്ധിമുട്ടുകളും അവരെ സംബന്ധിച്ചത് താങ്ങാൻ പറ്റുന്ന ഒന്നല്ല. അപ്പോൾ നമുക്കൊരു നല്ല സമയം ഉണ്ടാകില്ലേ, അല്ലെങ്കിൽ ഒരു മാറ്റം ഉണ്ടാകില്ലേ എന്നോർത്ത് വിഷമിക്കുന്നവരെ സംബന്ധിച്ച് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മുന്നോട്ട് ഈ ഏഴരശനി, അഷ്ടമശനി, കണ്ടകശനി ദോഷങ്ങൾ വിട്ടൊഴിഞ്ഞ് ഒരു നല്ല സമയം മുന്നോട്ടുണ്ട് എന്ന് നേരത്തെ അറിഞ്ഞ് നിങ്ങളുടെ ഒരു മനസ്സിന് ആത്മവിശ്വാസം, ശുഭാപ്തി വിശ്വാസമൊക്കെ ലഭിക്കുവാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. ശനിയുടെ വക്രഗതി ആരംഭിക്കുന്നത് ജൂലൈ മാസം 18-ാം തീയതിയാണ്. ഇനി ഒരു 1.5 മാസക്കാലം കൂടെ ഈ ഒരു വക്രഗതിക്കുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ശനിദോഷം അനുഭവിക്കുന്ന വ്യക്തികൾ ഒന്നും ഓർത്ത് വിഷമിക്കേണ്ട. ജൂലൈ 18 മുതൽ ആ ശനിയുടെ വക്രഗതി ആരംഭിക്കുമ്പോൾ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും വിട്ടുമാറി നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളും ഇപ്പോൾ നിങ്ങളുടെ ജനന ജാതകപ്രകാരം ആർക്കെങ്കിലും ശനി ദശ നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗ്രഹത്തിൻ്റെ ദശയിൽ ശനിയുടെ അപഹാരമാണോ, ശനി പാപനാണോ ശുഭനാണോ എന്നൊക്കെ മനസ്സിലാക്കുക. പല വ്യക്തികളും ഈ യൂട്യൂബിലും മറ്റും വരെ രാശിഫലത്തെ മാത്രം അടിസ്ഥാനമാക്കിയാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെയല്ല, നമ്മുടെ ജനന ജാതകത്തിന് അത്രമേൽ പ്രാധാന്യമുണ്ടെന്ന് ഓരോ വ്യക്തികളും മനസ്സിലാക്കണം. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്കിപ്പോൾ ജാതകപ്രകാരം ഒരു ദശാകാലം നടക്കുന്നുണ്ടാകും. നമ്മൾ രാശിക്ക് എത്ര വലിയ ദോഷങ്ങൾ പറഞ്ഞാലും, എത്ര വലിയ ഗുണഫലങ്ങൾ, നന്മകൾ പറഞ്ഞാലും, ഒരു രാശിയിൽ വരുന്ന നക്ഷത്രങ്ങളിൽ ജനിച്ച എല്ലാവർക്കും ഗുണമാണെങ്കിലും ദോഷമാണെങ്കിലും അത് ഏതൊരു ഗ്രഹത്തിൻ്റെ മാറ്റമാണെങ്കിലും ഒരുപോലെ അനുഭവത്തിൽ വരില്ലെന്ന് ആലോചിക്കുക. അത് മനസ്സിലാക്കുക. ആ ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുന്നതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. അത് അവരുടെ ജനന ജാതകപ്രകാരം നടക്കുന്ന ദശാകാലങ്ങളെയും കൂടി അടിസ്ഥാനമാക്കിയാണെന്ന് ഓരോരുത്തരും മനസ്സിലാക്കുക. ഇനി നമ്മൾ പറയുന്നത് ജൂലൈ മാസം 18-ാം തീയതി ശനി വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ ഏതൊക്കെ രാശികളിൽപ്പെട്ട നക്ഷത്രജാതകർക്കാണ് ആ ദോഷഫലങ്ങൾ വിട്ടുമാറി നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് എന്നതിനെ പറ്റിയാണ്. ആദ്യമായി മേടം രാശിക്കാരാണ്. മേടം രാശിയിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്ര ജാതകർക്ക് ഇപ്പോൾ ഏഴരശനി നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ശനി 12-ാം ഭാവമായി വ്യയസ്ഥാനത്ത് സഞ്ചരിക്കുന്ന കാലഘട്ടം. നിങ്ങളെ സംബന്ധിച്ച് ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്ന കാലം ആരംഭിക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും പൂർണ്ണമായ മുക്തി, മാറ്റമാണ് ലഭിക്കുന്നത്. പൊതുവെ ശനിയുടെ വക്രഗതി കാലഘട്ടം ആരംഭിക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന ജോലി, നിങ്ങളുടെ തൊഴിൽ എന്താണോ അതിലുള്ള തടസ്സങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ വിട്ടുമാറും. ഇപ്പോൾ ഈ ഒരു ഏഴരശനി ആരംഭിച്ച സമയം മുതൽ തന്നെ പലരെയും സംബന്ധിച്ച് അപ്രതീക്ഷിതമായിട്ട് അവരുടെ ജോലിയിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന മേടം രാശിക്കാരുണ്ട്. അതായത് ലഭിക്കുമെന്ന് കരുതിയ ജോലി ലഭിക്കാത്ത അവസ്ഥ, പെട്ടെന്ന് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ കൊണ്ട് ജോലി നഷ്ടപ്പെട്ട പല മേടം രാശിക്കാരുമുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ജോലിയിൽ പ്രതീക്ഷിച്ചിരുന്ന ഒരു പദവി ഉയർച്ചയോ ഇടം മാറ്റമോ സ്ഥലം മാറ്റമോ ഇതിനൊക്കെ ഒരുപാട് തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ, അതുപോലെ വിദേശത്തൊക്കെ ഒരു ജോലിക്ക് ശ്രമിച്ച് എല്ലാം ശരിയായി അവസാന നിമിഷത്തിൽ പല കാരണങ്ങൾ കൊണ്ട് അതൊക്കെ തടസ്സപ്പെട്ട് പോകാൻ കഴിയാതെ നിൽക്കുന്ന മേടം രാശിയിൽപ്പെട്ട ഒരുപാട് വ്യക്തികളുണ്ട്. അതുപോലെ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്, തൊഴിൽ സംരംഭത്തിൽ അതിൻ്റേതായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നു. അതുപോലെ അനാവശ്യമായിട്ട് ഒരുപാട് പാഴ്ചിലവുകൾ ഇപ്പോൾ മേടം രാശിയിൽപ്പെട്ട പലരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയുമുണ്ട്.
അതായത് നമ്മുടെ കൈകളിലേക്ക് വരുന്ന പണം നമുക്ക് 10 രൂപ വന്നാൽ 20 രൂപയുടെ ചിലവ് അനുഭവത്തിൽ വരിക, അത് നമുക്കൊരു സമ്പാദ്യമാക്കാനോ ഒന്ന് മാറ്റി വയ്ക്കാനോ കഴിയാത്ത തരത്തിൽ പലതരത്തിലുള്ള ചിലവുകൾ വന്നു ചേരുക. ഒരു ശുഭ ചിലവിനെന്ന് പറഞ്ഞ് ചിലവഴിക്കുന്ന പണം പോലും പാഴ്ചിലവായിട്ട് നഷ്ടപ്പെട്ടു പോകുന്ന അനുഭവം മേടം രാശിയിൽപ്പെട്ട പലർക്കും ഇപ്പോൾ അനുഭവത്തിലുണ്ട്. പലരെയും സംബന്ധിച്ച് ഒരുപാട് അലച്ചിലുകൾ, യാത്രകളിൽ കൂടെ ഉള്ള അലച്ചിലുകൾ, അനാവശ്യമായിട്ടുള്ള പരിശ്രമങ്ങൾക്കൊത്ത് നമുക്കൊരു ഗുണഫലം ലഭിക്കാത്ത അവസ്ഥ, ഇതൊക്കെ പലർക്കും ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. ഈ ഒരു മാർച്ച് 30 മുതൽ ഇങ്ങോട്ട് നോക്കുമ്പോൾ പലരെയും സംബന്ധിച്ച് അപ്രതീക്ഷിതമായിട്ട് ആരോഗ്യപരമായ പ്രശ്നങ്ങൾക്കോ മറ്റു കാര്യങ്ങൾക്കോ ഒക്കെ എന്തെങ്കിലും പണം ചിലവഴിക്കേണ്ടതായിട്ടുള്ള അവസ്ഥകളോ മറ്റു കാര്യങ്ങളോ ഒക്കെ വന്നു ചേർന്നിരിക്കാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ 7.5 ശനി പലതരത്തിലുള്ള അലച്ചിലുകൾ, പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, സാമ്പത്തിക പ്രയാസങ്ങൾ, കർമ്മസംബന്ധമായ പ്രശ്നങ്ങൾ, മനസ്സിലെ ആഗ്രഹങ്ങൾക്ക് തടസ്സം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് മേടം രാശിക്കാരെ സംബന്ധിച്ച് ഇപ്പോൾ അനുഭവത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ തടസ്സം, അലസത, മന്ദത ഒക്കെ അനുഭവത്തിൽ വരുന്നുണ്ട്. നിങ്ങളുടെ പ്രയത്നത്തിനനുസരിച്ചിട്ടുള്ള ഒരു ഫലം ലഭിക്കാത്ത ഒരു സമയത്തിൽ കൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഏതായാലും മുന്നോട്ടുള്ള ഒരു സമയം വളരെ ശ്രദ്ധിച്ച് ഓരോ കാര്യങ്ങളും ആലോചിച്ച് തീരുമാനമെടുത്ത് മുന്നോട്ട് പോവുക. ജൂലൈ മാസം 18-ാം തീയതിയോടുകൂടി ശനിയുടെ വക്രഗതി ആരംഭിക്കുമ്പോൾ നിങ്ങളുടെ ഈ എല്ലാ പ്രശ്നങ്ങളും, പ്രതിസന്ധികളും, പ്രയാസങ്ങളും വിട്ടുമാറും. അതുവരെയുള്ള സമയം വളരെ ശ്രദ്ധാപൂർവം വേണം മേടം രാശിക്കാർ ഓരോ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുവാനായിട്ട്. വക്രഗതി ആരംഭിച്ചു കഴിയുമ്പോൾ നിങ്ങളെ സംബന്ധിച്ച് കർമ്മസംബന്ധമായ ജോലി, തൊഴിൽ, ബിസിനസ് സംബന്ധപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ വിട്ടുമാറും. അതുപോലെ അനാവശ്യമായ പാഴ്ചിലവുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിട്ടുമാറുന്ന ഒരു സമയം ആരംഭിക്കും. നിങ്ങളുടെ കൈകളിലേക്ക് വരുന്ന പണം നിങ്ങൾക്കൊരു സേവിങ്സായിട്ട് മാറ്റാനോ ഉപയോഗപ്രദമായ കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കാനോ ഒക്കെ സാധിക്കുന്ന സമയമാണ്. ശനിയുടെ വക്രഗതി കാലഘട്ടം മേടം രാശിക്കാർക്ക് അത്രമേൽ വലിയ ഗുണഫലങ്ങളാണ്. ആരോഗ്യപരമായ മുന്നേറ്റം, ആരോഗ്യപരമായ പുരോഗതി, അതൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള പല കാര്യങ്ങളും ആ ഒരു ശനിയുടെ വക്രഗതി സമയം മുതലായിരിക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ജീവിതത്തിൽ അനുഭവത്തിൽ വരിക. ഇപ്പോൾ 7.5 ശനിയുടെ തുടക്ക സമയമായതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മേടം രാശിക്കാർക്ക് അനുഭവത്തിലുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് വക്രഗതി ആരംഭിക്കുമ്പോൾ എല്ലാ തരത്തിലുള്ള മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ, നന്മകൾ നിങ്ങൾക്ക് വന്നു ചേരും. അത് കർമ്മസംബന്ധമായിട്ടും ആരോഗ്യപരമായിട്ടും നിങ്ങളുടെ ആഗ്രഹങ്ങൾ ആ ഒരു സമ്പാദ്യപരമായിട്ടുമൊക്കെ ഒരു നല്ല മാറ്റം ഈ ഒരു സമയത്ത് വന്നു ചേരും. മേടം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾ ഓരോരുത്തരും വളരെ ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക. ഈ ഒരു സമയം അവരവരുടെ ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോയാൽ ഉത്തമമാണ്. ശനിയുടെ വക്രഗതി കാലഘട്ടം നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കുമൊക്കെ എല്ലാ ദുഃഖ ദുരിതങ്ങളും പൂർണ്ണമായി വിട്ടുമാറി ഒരു നല്ല സമയം, നല്ല കാലം നൽകുന്ന അനുഭവമായിരിക്കും ഓരോ മേടം രാശിക്കാർക്കും അനുഭവത്തിൽ വരിക. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു ശനിയുടെ വക്രഗതി എല്ലാ നന്മകളും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി മിഥുനരാശിക്കാരായ മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങൾക്ക് കണ്ടകശനി കാലഘട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടകൻ എന്ന് പറയുമ്പോൾ അത്രമേൽ ഒരു ബുദ്ധിമുട്ടുള്ള സമയമാണ് മിഥുനരാശിക്കാരെ സംബന്ധിച്ച്. പലർക്കും ഈ കണ്ടകശനി കാലഘട്ടത്തിൽ അപ്രതീക്ഷിതമായ പല ബുദ്ധിമുട്ടുകൾ, തടസ്സങ്ങൾ, പ്രയാസങ്ങൾ ഒക്കെ വന്നു ചേരാം. ഇത് മിഥുനരാശിക്കാരെ സംബന്ധിച്ച് പലർക്കും അവരവരുടെ കുടുംബപരമായിട്ട് വിവാഹ ദാമ്പത്യ കുടുംബജീവിതത്തിൽ പല പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ ഈ കണ്ടകശനി കാലഘട്ടം നൽകുന്ന ഒന്നാണ്. അതുപോലെ വിവാഹകാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിച്ചാൽ അനുഭവത്തിൽ വരുന്ന പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ ഇതും കണ്ടകശനി നൽകും. അതുപോലെ അവരവരുടെ കർമ്മസംബന്ധമായിട്ടുള്ള ശനി 10-ാം ഭാവത്തിൽ കണ്ടകനായിട്ട് സഞ്ചരിക്കുന്ന കാലഘട്ടമാണ്. 10-ാം ഭാവം എന്ന് പറയുന്നത് ജീവനസ്ഥാനമാണ്, കർമ്മസ്ഥാനം, ഒരു വ്യക്തിയുടെ ജോലി, അവരുടെ വരുമാനത്തെ കുറിക്കുന്ന ഭാവമാണ്. ഇപ്പോൾ മിഥുനരാശിക്കാരെ സംബന്ധിച്ച് പലർക്കും കർമ്മസംബന്ധമായിട്ട് ഏറ്റവും അധികം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു സമയമാണ് ഇത്. അതായത് ലഭിക്കുമെന്ന് കരുതുന്ന ആ ഒരു ജോലി ലഭിക്കാതിരിക്കുക, അതൊരു ജോലിയിൽ ഉയർച്ച ലഭിക്കാതിരിക്കുക. അതുപോലെ നിങ്ങൾ ഏത് ജോലി ചെയ്യുന്ന വ്യക്തികളാണോ നിങ്ങൾക്ക് ആ ജോലിയിലേക്ക് ഒരുപാട് സ്ട്രെസ്സ്, സമ്മർദ്ദങ്ങൾ, അലച്ചിലുകൾ ഒക്കെ പരിശ്രമങ്ങൾ കൂടുതലായി ചെയ്യേണ്ടി വരുന്ന ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് മിഥുനരാശിക്കാർ കടന്നു പോകുന്നത്. ചിലർക്ക് പെട്ടെന്ന് ജോലി നഷ്ടപ്പെട്ട അനുഭവം ഉണ്ടാകാം. അല്ലെങ്കിൽ ഒരു പുതിയ ജോലിക്ക് പരിശ്രമിച്ചാൽ ഒരുപാട് തടസ്സങ്ങൾ, പ്രയാസങ്ങൾ അനുഭവത്തിൽ വരാം. നമുക്ക് വെച്ച് നീട്ടിയ ഒരു ജോലി പോലും അവസാന നിമിഷം ലഭിക്കാതെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അതിങ്ങനെ മുന്നോട്ട് മാറി പോയിക്കൊണ്ടിരിക്കുക. ആ ജോലിക്ക് വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കുക.
അത് നമ്മുടെ നാട്ടിലാണെങ്കിലും അതുപോലെ വിദേശ ജോലിയിലാണെങ്കിലും ഒക്കെ ഈ ഒരു പ്രശ്നം അഭിമുഖീകരിക്കുക. അതുപോലെ പല വ്യക്തികളെയും സംബന്ധിച്ച് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇടത്ത് നിന്ന്, ഒരു സ്ഥാപനത്തിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഒരു ജോലി നമ്മൾ പറഞ്ഞ് ഉറപ്പിച്ച ഒരു ജോലി, അല്ലെങ്കിൽ ഒരു ജോലിക്ക്, പുതിയൊരു ജോലിക്ക് വേറൊരു സ്ഥലത്തേക്ക് പരിശ്രമിച്ചാൽ അതിലേക്ക് ഒരുപാട് തടസ്സങ്ങൾ, പ്രയാസങ്ങളാണ് പല മിഥുനരാശിക്കാർക്കും ഈ ഒരു സമയം അനുഭവത്തിൽ വരുന്നത്. നിങ്ങളെ സംബന്ധിച്ച് ശനിയുടെ വക്രഗതി ആരംഭിക്കുന്ന കാലഘട്ടം, ആ സമയം മുതൽ കർമ്മസംബന്ധമായിട്ടുള്ള എല്ലാ തടസ്സങ്ങളും മാറിക്കിട്ടുന്ന ഒരു സമയമാണ്. അതുപോലെ ഇപ്പോൾ പലരെയും സംബന്ധിച്ച് വിവാഹ, ദാമ്പത്യ, കുടുംബജീവിതത്തിൽ ചെറിയ പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകളുണ്ട്. അതുപോലെ തന്നെ കണ്ടകശനി ആരംഭിച്ച കാലം മുതൽ തന്നെ പല മിഥുനരാശിയിൽപ്പെട്ട ദമ്പതികളും ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിൽ പല പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, 2 പേർ 2 വീടുകളിലായിട്ട് താമസിക്കേണ്ടി വരിക. അതുപോലെ അപ്രതീക്ഷിതമായി ചിലർക്ക് ചില വാഹന അപകടങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, ആശുപത്രി വാസങ്ങളൊക്കെ മിഥുനരാശിയിൽപ്പെട്ട പലർക്കും ഈ ഒരു കണ്ടകശനിയുടെ ആരംഭകാലം തന്നെ അനുഭവത്തിൽ വന്നിട്ടുമുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്ന കാലം ആരംഭിക്കുമ്പോൾ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ആശുപത്രി വാസങ്ങൾ, ആ രോഗദുരിതങ്ങളിൽ നിന്ന് മുക്തി ലഭിക്കും. ദാമ്പത്യ കുടുംബജീവിതത്തിലെ പല പ്രശ്നങ്ങളും പ്രതിസന്ധികളും മറികടന്ന് ആ ദാമ്പത്യ കുടുംബജീവിതത്തിൽ ഒരു ഒത്തൊരുമയോടെ പല പ്രശ്നങ്ങളും പറഞ്ഞ് പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങളാൽ സാധിക്കും. അതുപോലെ ജോലി, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വിദേശ ജോലിയാണെങ്കിലും നിങ്ങളുടെ ബിസിനസ്സിലും ഒക്കെ നിങ്ങൾക്കൊരു മാറ്റം, നന്മകളൊക്കെ ലഭിക്കുന്നത് ശനിയുടെ വക്രഗതി ആരംഭിക്കുന്ന കാലഘട്ടം മുതലാണ്. അതുവരെ നിങ്ങൾ വളരെയധികം ആലോചിച്ച് ചിന്തിച്ച് ഓരോ കാര്യങ്ങളിലും തീരുമാനമെടുത്ത് മുന്നോട്ട് പോകണം. കാരണം കണ്ടകശനി കാലഘട്ടം നിങ്ങൾക്ക് ജൂലൈ മാസം 17 വരെ ഈ ഒരു കണ്ടകശനി ഉണ്ട്. ജൂലൈ 18 ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മുന്നോട്ടുള്ള ഒരു മാസക്കാലം നല്ല രീതിയിൽ വളരെ ചിന്തിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോവുക. എടുത്തു ചാടി ഒരു തീരുമാനമെടുക്കരുത്. ഇപ്പോൾ നിങ്ങളുടെ ഒരു ജോലി മാറ്റത്തിനാണെങ്കിലും, പുതിയ ബിസിനസ് തുടങ്ങുന്നതിനോ, അല്ലെങ്കിൽ മറ്റ് ജീവിതത്തിലെ ഏത് കാര്യങ്ങൾക്കും ഒരു മാസക്കാലം വളരെ ക്ഷമയോടുകൂടെ മുന്നോട്ട് പോവുക. അതിനുശേഷം നല്ല മാറ്റങ്ങൾ മിഥുനരാശിയിൽപ്പെട്ട മകയിരം, തിരുവാതിര, പുണർന്ന നക്ഷത്രക്കാർക്ക് അനുഭവത്തിൽ വരും. അതുപോലെ വിവാഹ കാര്യങ്ങളിലൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ബന്ധമൊക്കെ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഈ ഒരു ശനിയുടെ വക്രഗതി ആരംഭിക്കുമ്പോൾ മുതൽ വിവാഹ കാര്യങ്ങളുണ്ടായിരുന്ന തടസ്സങ്ങൾ, പ്രയാസങ്ങൾ, കാലതാമസങ്ങൾ വിട്ടുമാറുകയും ചെയ്യും. മിഥുനരാശിക്കാരെ സംബന്ധിച്ച് അവരവർ നിങ്ങളുടെ സ്വന്തം ജാതകം കൂടി ഈ ഒരു സമയത്ത് പരിശോധിച്ച് മുന്നോട്ട് പോകുന്ന ഉത്തമമാണ്. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ നിങ്ങൾ മിഥുനരാശിക്കാർക്ക് ശനിയുടെ വക്രഗതി എല്ലാ നന്മകളും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി ചിങ്ങം രാശിക്കാരായ മകം, പൂരം, ഉത്രം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ശനിയുടെ വക്രഗതി നിങ്ങൾക്ക് ഏറ്റവും വലിയൊരു ആശ്വാസവും ഒരു ഭാഗ്യവുമാണെന്ന് തന്നെ പറയാം. കാരണം നിങ്ങൾക്കിപ്പോൾ അഷ്ടമശനിയുടെ കാലഘട്ടമാണ്. ശനി അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടം നിങ്ങൾക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പൊതുവെ ചിങ്ങം രാശിയിൽപ്പെട്ട മകം, പൂരം, ഉത്രം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങൾ അനുഭവിക്കുന്നത്, നമ്മൾ പറയാറില്ല, ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല, അല്ലെങ്കിൽ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുമെന്ന് പറയുന്ന തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ പലർക്കും ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്തിൽ കൂടെയാണ് ചിങ്ങം രാശിക്കാർ കടന്നു പോകുന്നത്. അത് ഓരോ ചിങ്ങം രാശിയിൽപ്പെട്ട നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളെയും സംബന്ധിച്ച് പല രീതിയിലായിരിക്കും. ചിലർക്ക് വളരെ പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ അനുഭവത്തിൽ വന്ന എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളോ ആശുപത്രി വാസങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളാകാം. മറ്റു ചിലർക്ക് അവരവരുടെ ജോലിയിൽ, ബിസിനസ്സിൽ പെട്ടെന്ന് നമുക്ക് ലഭിച്ച ഒരു പരാജയങ്ങൾ, അല്ലെങ്കിൽ സാമ്പത്തിക പ്രയാസങ്ങൾ, പ്രതിസന്ധികളാകാം. മറ്റു ചിലരെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിന് വേണ്ടി പണം മുടക്കി അതൊരു കടബാധ്യതയുടെ രീതിയിലൊക്കെ മുന്നിലെത്തി നിൽക്കുന്ന സമയമാകാം. അതുപോലെ തന്നെ ചിലരെ സംബന്ധിച്ച് ദാമ്പത്യ, വിവാഹ, കുടുംബജീവിതത്തിൽ ഉണ്ടായ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ ഇതൊക്കെ അപ്രതീക്ഷിതമായിട്ടാണ്. അതുപോലെ നമ്മുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ ആരോഗ്യ പ്രശ്നങ്ങളോ ഒക്കെ അതുമൂലം ഉണ്ടാകുന്ന മാനസിക വ്യഥ, വിഷമങ്ങൾ ഇതൊക്കെ ചിങ്ങം രാശിയിൽപ്പെട്ട പലർക്കും അനുഭവത്തിൽ വന്നിരിക്കുന്ന ഒന്നാണ്. അഷ്ടമശനി കാലഘട്ടം എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞ ഒരു കാലഘട്ടമാണ്. ശനി അഷ്ടമത്തിൽ സഞ്ചരിക്കുമ്പോൾ നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത, മറഞ്ഞു നിൽക്കുന്ന പല പ്രശ്നങ്ങളും പ്രതിസന്ധികളും അനുഭവത്തിൽ വരുന്ന സമയമാണ്. അപ്പോൾ ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകേണ്ട ഒരു സമയം. ശനിയുടെ വക്രഗതി ആരംഭിക്കുമ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പൂർണ്ണമായിട്ട് വിട്ടുമാറും. ഒരു മാസ കാലഘട്ടം കൂടെ വളരെ ശ്രദ്ധയോടെ പോവുക. പണം വാങ്ങുന്നതിലും കൊടുക്കുന്നതിലും വളരെ ശ്രദ്ധ വേണ്ടുന്ന സമയം. പണമിടപാടുകളിൽ, ആരോഗ്യകാര്യങ്ങളിൽ, വണ്ടിവാഹന യാത്രകളിലൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. ഒരു മാസ കാലഘട്ടം കൂടെ ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് ദാമ്പത്യ കുടുംബജീവിതത്തിലും ഒക്കെ ഒരു ശ്രദ്ധയുണ്ടാകണം.
പലരെയും സംബന്ധിച്ച് ചിങ്ങം രാശിക്കാർക്ക് സ്വന്തം ജനന ജാതകപ്രകാരം നല്ലൊരു ദശ നടക്കുന്നവർക്ക് മാത്രമേ ഈ അഷ്ടമശനിയുടെ പിടിയിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടാവുകയുള്ളൂ. അത് ആ ജാതകം നോക്കി അവരവർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്ന കാലഘട്ടം ആരംഭിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ അഷ്ടമശനിയുടേതായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള എല്ലാ ദോഷങ്ങളും വിട്ടുമാറി അപ്രതീക്ഷിതമായ ചില നന്മകൾ, ഭാഗ്യാനുഭവങ്ങൾ ആ സമയത്ത് ശനി തന്നെ നൽകും. അഷ്ടമമെന്ന് പറഞ്ഞാൽ മറഞ്ഞിരിക്കുന്ന ദോഷങ്ങൾ മാത്രമല്ല, മറഞ്ഞിരിക്കുന്ന നന്മകൾ, ഗുണഫലങ്ങളെ കൂടി ഉൾക്കൊള്ളുന്ന ഭാവമാണ്. അപ്പോൾ ശനി ഇപ്പോൾ അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന കാലഘട്ടം ഒരു മാസക്കാലം കൂടി ഉള്ളതുകൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ മുന്നോട്ട് പോകണം. ഈ മാർച്ച് മാസം മുതൽ തന്നെ പലരെയും സംബന്ധിച്ച് നോക്കുമ്പോൾ ചിങ്ങൻ രാശിക്കാർക്കായ പലർക്കും എന്തെങ്കിലും ചെറിയ അപകടങ്ങളോ ഒടിവുകളോ ചതവുകളോ ഒക്കെ അനുഭവത്തിൽ വന്നിരിക്കാനുള്ള സാധ്യതയുണ്ട്. മുന്നോട്ടുള്ള സമയം അതൊക്കെ വിട്ടുമാറും. ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്ന കാലഘട്ടം ജൂലൈ 18 മുതൽ ആരംഭിക്കുമ്പോൾ നിങ്ങളെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായ ധനവരവ്, മുന്നേറ്റം, ആരോഗ്യപരമായിട്ടുള്ള പുരോഗതികൾ, രോഗദുരിതങ്ങൾ, ആശുപത്രി വാസങ്ങളിൽ നിന്നൊക്കെ ഒരു മുക്തി, നിങ്ങളുടെ ജോലി, നിങ്ങളുടെ ബിസിനസ്സിലൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നതിലും കൂടുതൽ നേട്ടങ്ങൾ, ഗുണഫലങ്ങൾ, നന്മകളൊക്കെ വന്നു ചേരും. അതുപോലെ വിവാഹ കാര്യങ്ങളുണ്ടായിരുന്ന തടസ്സങ്ങൾ, പ്രയാസങ്ങൾ വിട്ടുമാറും. അങ്ങനെ ഒരുപാട് നല്ല മാറ്റങ്ങൾ, ഗുണഫലങ്ങളാണ് നിങ്ങൾ ചിങ്ങം രാശിക്കാർക്ക് അനുഭവത്തിൽ വരുന്നത്. ഇപ്പോൾ മുന്നോട്ടുള്ള ഒരു മാസ കാലഘട്ടം കൂടെ ചിങ്ങം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളും ഈ ഒരു അഷ്ടമശനി കാലഘട്ടമായതുകൊണ്ട് പുതിയ തീരുമാനങ്ങളൊന്നും ഈ ഒരു സമയത്ത് എടുക്കരുത്. പ്രത്യേകിച്ചൊരു ജോലി മാറ്റം ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ഒരു ഗൃഹനിർമ്മാണം ആരംഭിക്കണം, ഒരു ഭൂമി വാങ്ങണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ ഒരു മാസക്കാലത്തേക്ക് നിങ്ങൾ ചെയ്യരുത്. ഈ ഒരു അഷ്ടമശനിയുടെ ആ ശനി വക്രഗതി സഞ്ചരിക്കുന്ന സമയം മുതൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ മുന്നോട്ട് പോകാം. പലരെയും സംബന്ധിച്ച് ജാതകത്തിൽ കൂടെ ഒരു ദോഷകാലഘട്ടം നടക്കുന്നു. അഷ്ടമശനി കൂടെയാണ്. ഭൂമി വാങ്ങുക, ഗൃഹം നിർമ്മിക്കുക, അല്ലെങ്കിൽ മറ്റ് പണമിടപാടുകളൊക്കെ നടത്തി ഒരുപാട് അനാവശ്യ കടബാധ്യതകളോ പ്രതിസന്ധികളിലോ ഒക്കെ എത്തി നിൽക്കുന്നവർ പലരുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ചിന്തിച്ച് ക്ഷമയോടുകൂടി മുന്നോട്ട് പോവുക. ജൂലൈ മാസം 18 ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ തരത്തിലുള്ള നല്ല മാറ്റങ്ങളും ഗുണഫലങ്ങളും വന്നു ചേരും. ആ ഒരു സമയം വരെ ക്ഷമയോടുകൂടി ഓരോ ചിങ്ങം രാശിക്കാരും മുന്നോട്ട് പോവുക. ശനിയുടെ വക്രഗതി ചിങ്ങം രാശിക്കാരായ നിങ്ങളെ സംബന്ധിച്ച് മകം, പൂരം, ഉത്രം നക്ഷത്രത്തിൽ ജനിക്കുന്നവർക്ക് വളരെ നന്മകൾ, നേട്ടങ്ങൾ നൽകുന്ന ഒന്നാണ്. അപ്രതീക്ഷിതമായിട്ട് നന്മകൾ ലഭിക്കും. ഇപ്പോൾ ചിങ്ങം രാശിക്കാരായ ഓരോ വ്യക്തിയും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അപ്രതീക്ഷിതമായിട്ട് ലഭിക്കുന്ന ഓരോ നെഗറ്റീവ് ആയിട്ടുള്ള അനുഭവങ്ങളുണ്ട്. വക്രഗതിയിൽ ശനി സഞ്ചരിക്കുമ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരുപാട് പോസിറ്റീവ് നന്മകളൊക്കെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വന്നു ചേരും. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ചിങ്ങം രാശിക്കാരായ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ശനിയുടെ വക്രഗതി എല്ലാ നന്മകളും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി കന്നിരാശിക്കാരായ ഉത്രം, അത്തം, ചിത്തിര നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ശനിയുടെ വക്രഗതി ഏറ്റവും വലിയ ശ്രേഷ്ഠമായിട്ടുള്ള ഗുണഫലങ്ങൾ നൽകുന്ന രാശിക്കാരാണ് നിങ്ങൾ. ഇപ്പോൾ കന്നിരാശിക്കാരായ ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് കണ്ടകശനി നടക്കുന്ന സമയമാണ്. അതായത് 7ാം ഭാവത്തിൽ കേന്ദ്രസ്ഥാനത്ത് ശനി കണ്ടകനായി നിൽക്കുന്ന ഒരു സമയം. അപ്പോൾ പൊതുവെ ഈ ഒരു കാലഘട്ടം കന്നിരാശിയിൽപ്പെട്ട ആർക്കൊക്കെയാണോ ജാതകപ്രകാരം ഒരു നല്ല ദശാകാലഘട്ടം നടക്കുന്നത് അവർക്ക് മാത്രമാണ് ഈ കണ്ടകശനിയുടെ പിടിയിൽ നിന്ന് മുക്തി ലഭിക്കുന്നത്. എന്നാൽ ജാതകപ്രകാരം ഒരു പാപഗ്രഹത്തിൻ്റെയൊക്കെ ദശ കൂടി നടക്കുന്നവർക്ക് ഈ കണ്ടകശനി ദോഷം വളരെയധികം ബാധിച്ചിട്ടുണ്ട്. അതായത് പലരെയും സംബന്ധിച്ച് അപ്രതീക്ഷിതമായിട്ടുള്ള ആരോഗ്യപരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ചെറിയ തരത്തിലുള്ള വീഴ്ചകൾ അല്ലെങ്കിൽ അപകടങ്ങളൊക്കെ ഈ ഒരു കണ്ടകശനിയുടെ തുടക്കം മുതൽ തന്നെ അനുഭവത്തിൽ വന്നിട്ടുണ്ട്. സാമ്പത്തികപരമായ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അപ്രതീക്ഷിതമായ ചില കേസ് വഴക്കുകൾ, കോടതി വ്യവഹാരങ്ങളിലൊക്കെ പെട്ടുപോവുക, അതുപോലെ നിങ്ങൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഇടയിൽ, നിങ്ങളുടെ സ്വന്തം ബന്ധങ്ങളുടെ ഇടയിലൊക്കെ അനാവശ്യമായിട്ടുള്ള ഒരു ശത്രുത, എതിർപ്പുകൾ, പലതരത്തിലുള്ള പ്രയാസങ്ങളൊക്കെ അനുഭവത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് പലരെയും സംബന്ധിച്ച്. അപ്പോൾ ഈ ഒരു കണ്ടകശനി കാലഘട്ടത്തിൽ വളരെ ശ്രദ്ധാപൂർവം ഓരോ കന്നിരാശിയിൽപ്പെട്ട വ്യക്തികളും മുന്നോട്ട് പോകണം. അതുപോലെ പൂർവിക വഴിയിൽ ലഭിക്കേണ്ട എന്തെങ്കിലും ഭൂമിയോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ, അതുപോലെ ഭൂമി സംബന്ധമായിട്ടോ ഗൃഹസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങിത്തിരിച്ചാൽ അതിലൊക്കെ തടസ്സങ്ങൾ, പ്രയാസങ്ങളൊക്കെ അനുഭവത്തിൽ വരുന്ന ഒരു കാലഘട്ടമാണ്. അതുപോലെ തന്നെ കന്നിരാശിക്കാരെ സംബന്ധിച്ച് അവരവരുടെ സന്താനങ്ങളുടെ കാര്യത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള പല നന്മകൾക്കും തടസ്സം സൃഷ്ടിക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ ഒരു കണ്ടകശനി കാലഘട്ടം. അവരുടെ കാര്യങ്ങൾക്കോ അവരുടെ നന്മകൾക്കോ ഒക്കെ ഇറങ്ങിത്തിരിക്കുമ്പോൾ അതിലൊക്കെ ഒരുപാട് തടസ്സങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികളൊക്കെ അനുഭവത്തിൽ വരാം. അപ്പോൾ ഈ ഒരു
കാലഘട്ടം ജൂലൈ മാസം 18-ാം തീയതി വരെ വളരെ ശ്രദ്ധയോടെ മുന്നോട്ട് പോകണം. ജൂലൈ 18-ന് ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്ന കാലഘട്ടം ആരംഭിക്കുമ്പോൾ കന്നിരാശിക്കാരായ ഓരോ വ്യക്തികളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും പൂർണ്ണമായിട്ട് വിട്ടുമാറുന്ന സമയത്തിൻ്റെ ആരംഭമാണ്. ശനി വക്രഗതിയിൽ പിന്നോട്ട് സഞ്ചരിക്കുന്ന വേഗത്തിൽ സഞ്ചരിക്കുന്ന കാലഘട്ടം ആരംഭിക്കുമ്പോൾ നിങ്ങളെ സംബന്ധിച്ച് എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ ഒക്കെ വിട്ടുമാറും. പൊതുവെ ഇപ്പോൾ നിങ്ങൾ നേരിട്ട് കൊണ്ടിരുന്ന എതിർപ്പുകൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ പലതരത്തിലായിരിക്കും. മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നൊരു ശത്രുതയോ എതിർപ്പുകളോ, നിങ്ങളുടെ നല്ല കാര്യം ചെയ്താൽ പോലും അതിനെ എതിർക്കുന്ന തരത്തിൽ, നല്ലൊരു വാക്ക് സംസാരിച്ചാൽ പോലും അതിനെതിര് പറയുന്ന തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ കന്നിരാശിയിൽപ്പെട്ട പലർക്കും ഉണ്ടാകും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശനിയുടെ വക്രഗതിയോടുകൂടി വിട്ടുമാറി നിങ്ങൾക്കൊരു സ്വസ്ഥത, സമാധാനം ലഭിക്കുന്ന സമയത്തിൻ്റെ ആരംഭമാണ്. അതുപോലെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ രോഗത്തിൻ്റെ കാര്യങ്ങൾ, ആശുപത്രി വാസങ്ങൾ, അതിനുവേണ്ടി പണം ചിലവഴിക്കേണ്ട അവസ്ഥ, അങ്ങനെ പോകുന്ന വ്യക്തികളാണെങ്കിൽ അതിൽ നിന്നൊക്കെ നല്ല ഒരു മാറ്റം ലഭിച്ച് ശരീരത്തിന് പൂർണ്ണ ആരോഗ്യം വീണ്ടും കിട്ടുകയും ജീവിതത്തിലൊരു ശാരീരികമായ ഒരു സുഖം ലഭിക്കുന്ന ഒരു സമയത്തിൻ്റെ ആരംഭമാണ് ശനിയുടെ വക്രഗതി കന്നിരാശിക്കാർക്ക് നൽകുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള കേസ്, വഴക്കുകളിലൊക്കെ ഉൾപ്പെട്ടിട്ടുള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ അതിനുവേണ്ടി എന്തെങ്കിലും സമയം, പണം ചിലവഴിക്കുന്നവരാണെങ്കിൽ അതൊക്കെ നിങ്ങളെ വിട്ട് പൂർണ്ണമായി വിട്ടുമാറി നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അങ്ങനെയുള്ള നെഗറ്റീവുകളൊക്കെ വിട്ടുമാറുന്ന ഒരു സമയം. മറ്റുള്ളവർ നിങ്ങളെ കാണുന്ന കാഴ്ചപ്പാട്, അവരുടെ ശത്രുത, എതിർപ്പുകളൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ ശനിയുടെ വക്രഗതി വിട്ടുമാറും. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാവിധ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും ശനി മാറ്റുന്ന സമയമാണ്. അതുപോലെ തന്നെ കന്നിരാശിക്കാരായ പല വ്യക്തികളെയും സംബന്ധിച്ച് നോക്കുമ്പോൾ ദാമ്പത്യ കുടുംബജീവിതത്തിലും പലതരത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സമയമാണ്. അതായത് ദാമ്പത്യ കുടുംബജീവിതത്തിൽ ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിൽ അനാവശ്യമായിട്ടുള്ള വാക്കുതർക്കങ്ങൾ, പ്രശ്നങ്ങൾ അനുഭവത്തിൽ വരുന്ന സമയം. അതുപോലെ ചില ദമ്പതികളെ സംബന്ധിച്ച് പെട്ടെന്നുണ്ടായ ചില പ്രശ്നങ്ങൾ കൊണ്ട് ഭാര്യയും ഭർത്താവും രണ്ടുപേരും രണ്ടിടത്തായിട്ട് നിൽക്കേണ്ട ഒരവസ്ഥ. ഇതൊക്കെ ഇപ്പോൾ കന്നിരാശിക്കാരായ പല ദമ്പതികളും അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ. ചിലരെ സംബന്ധിച്ച് അവരുടെ വിവാഹ ജീവിതം ഒരു വിവാഹമോചനത്തിൻ്റെ വക്കിൽ വരെ എത്തുന്ന അല്ലെങ്കിൽ എത്തി നിൽക്കുന്ന അവസ്ഥയും പലർക്കുമുണ്ട്. അതൊക്കെ ശനിയുടെ വക്രഗതിയോടുകൂടി ദാമ്പത്യ കുടുംബജീവിതത്തിലെ പല പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ പരിഹരിച്ച് നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കും. വിവാഹ കാര്യങ്ങൾക്ക് കന്നിരാശിക്കാരെ സംബന്ധിച്ച് ഉത്രം, അത്തം, ചിത്ര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇപ്പോൾ വിവാഹത്തിൻ്റെ കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഒരുപാട് തടസ്സങ്ങൾ, പ്രയാസങ്ങൾ, പ്രശ്നങ്ങളാണ്. പലരെയും സംബന്ധിച്ചൊരു വിവാഹമൊക്കെ ഏറെക്കുറെ എല്ലാ ഉറപ്പിച്ച ശേഷം വരെ അത് വിട്ടുമാറിപ്പോകുന്ന അനുഭവം, കാരണം എന്തെന്നറിയാതെ ചില ബന്ധങ്ങളൊക്കെ വിട്ടുമാറുന്ന അനുഭവം പലർക്കുമുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് അതൊക്കെ ശനിയുടെ വക്രഗതിയോടുകൂടി അതിലൊക്കെ മാറ്റമുണ്ടാകും. കന്നിരാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ കുട്ടികളുടെ വിവാഹത്തിൻ്റെ കാര്യം നോക്കുമ്പോൾ പലർക്കും അവരുടെ കുട്ടികളുടെ വിവാഹത്തിൻ്റെ കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ പല തടസ്സങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. അതുപോലെ വിവാഹം അവസാന നിമിഷം എന്തെങ്കിലും കാര്യങ്ങളുടെ മാറിപ്പോകുന്ന അവസ്ഥ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശനിയുടെ വക്രഗതി മൂലം നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ടായി. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങളുടെ സന്താനങ്ങൾക്കും നല്ലൊരു മംഗല്യ ഭാഗ്യം, അനുയോജ്യരായ ജീവിത പങ്കാളികളെ ലഭിക്കുന്ന സമയമാണ്. അതുപോലെ ഭൂമി, ഗൃഹം സംബന്ധിച്ച പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ വിട്ടുമാറുന്ന സമയം. പൂർവികപരമായിട്ട് ലഭിക്കേണ്ട ഭൂമിയോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഈ സമയത്ത് കന്നിരാശിക്കാർക്ക് ശനിയുടെ വക്രഗതി മൂലം ലഭിക്കുകയും ചെയ്യും. സന്താനങ്ങളുടെ, കുട്ടികളുടെ കാര്യത്തിലുണ്ടായിരുന്ന ആകുലത, വേവലാതികളൊക്കെ കന്നിരാശിക്കാരെ സംബന്ധിച്ച് വിട്ടുമാറും. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങളുടെ കുട്ടികളുടെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ സംഭവിക്കുന്ന കാലഘട്ടം, നിങ്ങൾക്ക് ഒരുപാട് നന്മകൾ അവരെ കൊണ്ട് ലഭിക്കുന്ന കാലഘട്ടമൊക്കെയാണ് ശനിയുടെ വക്രഗതി നൽകുന്നത്. ഒരു മാസ കാലഘട്ടം കൂടെ എല്ലാ കാര്യത്തിലും വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ ഓരോരുത്തരും മുന്നോട്ട് പോവുക. ജൂലൈ 18-ന് ശനി വക്രഗതി സഞ്ചരിക്കുന്ന കാലം ആരംഭിക്കുമ്പോൾ ഒരുപാട് നല്ല മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ കന്നിരാശിക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരും. ഈ ഒരു സമയം കന്നിരാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ ജനന ജാതകം കൂടെ പരിശോധിച്ച് ജാതകപ്രകാരമുള്ള അവസ്ഥയെ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നത് ഉത്തമമായിരിക്കും. ആദ്യ പരാശക്തിയായ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് കന്നിരാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും എല്ലാ നന്മകളും ശനിയുടെ വക്രഗതി നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി ധനുരാശിക്കാരായ മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രജാതകരെ സംബന്ധിച്ച് നിങ്ങൾക്കിപ്പോൾ അർദ്ധാഷ്ടമ ശനിയുടെ കാലഘട്ടമാണ്. ശനി 4-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. പലരും പറയും 4-ൽ ശനി സഞ്ചരിക്കുമ്പോൾ അത് കണ്ടകശനിയാണ് എന്നുള്ളത്. കണ്ടകശനി ദോഷം നമുക്ക് ലഭിക്കുന്നത് 7, 10 ഭാവങ്ങളിൽ ശനി സഞ്ചരിക്കുമ്പോൾ മാത്രമേ ആ കണ്ടകശനി ദോഷം പൂർണ്ണമായി ലഭിക്കൂ. 4-ാം ഭാവം എന്ന് പറയുന്നത് അഷ്ടമത്തിൻ്റെ പകുതിയാണ്, അർദ്ധാഷ്ടമ ശനിയുടെ കാലഘട്ടമാണ് ധനുരാശിക്കാർക്ക്.
ധനരാശിക്കാരെ സംബന്ധിച്ച് പലരും ഇപ്പോൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം സാമ്പത്തികപരമായിട്ടുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ, അതുപോലെ മാനസികമായിട്ട് അനുഭവിക്കുന്ന വിഷമങ്ങളാണ്. മാനസികമായിട്ട് അത്രമേൽ സ്വസ്ഥത, സുഖം, സമാധാനമില്ലാത്തൊരു കാലഘട്ടത്തിൽ കൂടെയാണ് പല ധനുരാശിക്കാരും മുന്നോട്ട് പോകുന്നത്. മനസ്സിനെ അലട്ടുന്നതോ മനസ്സിനെ ആശയക്കുഴപ്പത്തിലാക്കുന്നതോ മനസ്സിന് സ്വസ്ഥതക്കുറവുളവാക്കുന്നതുമായിട്ടുള്ള പലതരത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒന്നിനു പുറകെ ഒന്നായി പല ധനുരാശിക്കാരെയും ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. മനസ്സിന് അത്രമേൽ സുഖം, സ്വസ്ഥത, സമാധാനമില്ലെന്ന് പറയാം. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാതിരിക്കുക, ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു തടസ്സം, അതുപോലെ തന്നെ മനസ്സിനെ അലട്ടുന്ന പല പ്രശ്നങ്ങൾ പല ഭാഗത്തു നിന്ന് വന്നു ചേരാം. ചിലരെ സംബന്ധിച്ച് അവരവരുടെ ആരോഗ്യപരമായിട്ടോ ദാമ്പത്യപരമായിട്ടോ ചെയ്യുന്ന ജോലി സംബന്ധമായിട്ടോ സാമ്പത്തികപരമായിട്ടോ ഒക്കെ പലതരത്തിലായിരിക്കും മനസ്സിനെ വിഷമിപ്പിക്കുന്ന, ആശയക്കുഴപ്പത്തിലാക്കുന്ന പ്രശ്നങ്ങൾ. അതുപോലെ തന്നെ സാമ്പത്തികപരമായിട്ടുള്ള ഒരു പ്രയാസം, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ് ധനുരാശിയിൽപ്പെട്ട പലരും. അത് ഏത് രീതിയിലാണ് ഒരു സാമ്പത്തികപരമായിട്ടുള്ള പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ വരുന്നതെന്ന് നമുക്ക് പോലും അറിയാത്ത ഒരവസ്ഥ. അത്രമേൽ പണത്തിന് ഒരു ചിലവ് അനുഭവത്തിൽ വരിക, നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ടുള്ള പണം കൈകളിലേക്ക് വരാതിരിക്കുക, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സമയം. അതുപോലെ കുടുംബത്തിൽ, സ്വന്തം ബന്ധങ്ങളുടെ ഇടയിൽ, അതുപോലെ സഹോദരങ്ങളുടെ ഇടയിലുമൊക്കെ ധനുരാശിയിൽപ്പെട്ട പലരെയും സംബന്ധിച്ച് സഹോദരങ്ങളുടെ ഇടയിലൊക്കെ അനാവശ്യമായ അഭിപ്രായ വ്യത്യാസം, വാക്ക് തർക്കം, അതുപോലെ സഹോദരങ്ങളുമായിട്ടൊന്നും അകന്നു കഴിയേണ്ട ഒരു അനുഭവം, അവസ്ഥയൊക്കെയാണ് പല ധനുരാശിയിൽപ്പെട്ട വ്യക്തികൾക്കും ഇപ്പോൾ അനുഭവത്തിലുള്ളത്. നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത സമയത്ത് കൂടപ്പിറപ്പുകളുമായിട്ട്, സഹോദരങ്ങളുമായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു സംസാരങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ അനുഭവത്തിൽ വരിക. അതുപോലെ സ്വന്തം ബന്ധങ്ങളുടെ ഇടയിലാണെങ്കിലും എന്തെങ്കിലും ഒരു ശത്രുതയോ അല്ലെങ്കിൽ അതുപോലുള്ള ബുദ്ധിമുട്ട് പരസ്പരം മനസ്സിലാക്കാതെ മുന്നോട്ട് പോകുന്ന അല്ലെങ്കിൽ സംസാരിക്കേണ്ട അവസ്ഥയൊക്കെ വന്നു ചേർന്ന സമയത്തിൽ കൂടെ കടന്നു പോകുന്നു. ധനുരാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് സമയം അത്ര നല്ലതല്ല. നിങ്ങൾക്കൊരു മാറ്റം ലഭിക്കുന്നത് ശനിയുടെ വക്രഗതി വരുമ്പോൾ ജൂലൈ 18 മുതൽ ഇതിനൊക്കെ നല്ല മാറ്റമുണ്ടാകും. സാമ്പത്തികപരമായ പ്രയാസങ്ങൾ, ആ പ്രതിസന്ധികൾ, കടബാധ്യതകളിൽ നിന്നൊക്കെ ഒരു മോചനം ലഭിക്കും. അതിനുള്ള നല്ല നല്ല വഴികൾ തെളിഞ്ഞു ലഭിക്കും. നിങ്ങളുടെ കുടുംബത്തിൽ, ദാമ്പത്യ ജീവിതത്തിലാണെങ്കിലും സ്വന്തം ബന്ധങ്ങളുടെ ഇടയിലും സഹോദരങ്ങളുടെ ഇടയിലുമൊക്കെ നിലനിന്നിരുന്ന പലതരത്തിലുള്ള പ്രയാസങ്ങളും വിഷമതകളുമൊക്കെ വിട്ടുമാറും. നിങ്ങളുടെ മനസ്സിനെ അലട്ടിയിരുന്ന പല പ്രശ്നങ്ങളും വിട്ടുമാറുന്ന സമയം. ഇപ്പോൾ ധനുരാശിയിൽപ്പെട്ട പലരെയും സംബന്ധിച്ച് ഒരു ആത്മധൈര്യം, ശുഭാപ്തിവിശ്വാസം ഇല്ലാത്ത അവസ്ഥ പലർക്കുമുണ്ട്. അത് അർദ്ധാഷ്ടമ ശനിയുടെ കാലമായതുകൊണ്ടാണ്. ശനി വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിനെ വേദനിപ്പിച്ചിരുന്ന അല്ലെങ്കിൽ മനസ്സിന് ബുദ്ധിമുട്ട് നൽകിയിരുന്ന, മനസ്സിനെ വിഷമിപ്പിച്ചിരുന്ന പല കാര്യങ്ങളും അത് ഓരോ വ്യക്തികൾക്കും ഓരോ തരത്തിലായിരിക്കും. അതൊക്കെ പൂർണ്ണമായിട്ട് വിട്ടുമാറി നിങ്ങളുടെ മനസ്സിനൊരു ശുഭാപ്തി വിശ്വാസം, ആത്മവിശ്വാസം, ധൈര്യം നൽകുന്ന തരത്തിൽ ജീവിതത്തിൽ ഒരു അടിത്തറ ലഭിക്കുന്ന തരത്തിലുള്ള നല്ല നല്ല ഗുണാനുഭവങ്ങൾ ആ ഒരു സമയത്ത് ധനുരാശിയിൽപ്പെട്ട ഓരോ വ്യക്തികൾക്കും അനുഭവത്തിൽ വരും. നിങ്ങളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും ശാശ്വതമല്ല, സ്ഥിരമല്ല എന്ന് മനസ്സിലാക്കുക. അതിൽ നല്ലൊരു മാറ്റം, നല്ലൊരു ഗുണഫലം നിങ്ങൾക്ക് ശനിയുടെ വക്രഗതി നൽകും. എത്ര വലിയ സാമ്പത്തിക പ്രയാസങ്ങളോ കടബാധ്യതകളോ ഉള്ള ഒരു ധനുരാശിയിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും ശനിയുടെ വക്രഗതി കാലഘട്ടം മുതൽ അതിനൊക്കെ ഒരു മാറ്റം വരും. അതിനെയൊക്കെ തരണം ചെയ്തു പോകുവാനുള്ള മാർഗവും നിങ്ങളുടെ മുൻപിൽ തെളിയും. അതുകൊണ്ട് ഒന്നും ഓർത്ത് വിഷമിക്കേണ്ട. ഒരു നല്ല സമയം, നല്ല കാലം നിങ്ങൾക്കും തീർച്ചയായിട്ടുമുണ്ട്. ഈ ഒരു സമയം ധനുരാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും അവരുടെ ജനന ജാതകം കൂടെ ഒന്ന് പരിശോധിച്ച് മുന്നോട്ട് പോകുന്ന ഉത്തമമായിരിക്കും. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ധനുരാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും ശനിയുടെ വക്രഗതി എല്ലാ നന്മകളും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി കുംഭം രാശിക്കാരായ അവിട്ടം, ചതയം, പൂരിരുട്ട നക്ഷത്ര ജാതകർക്ക് ശനിയുടെ വക്രഗതി വളരെയധികം ആശ്വാസവും ഗുണവും നൽകുന്ന തരത്തിലാണ്. 7.5 ശനിയുടെ അവസാന കാലഘട്ടമായ പാദശനിയിൽ കൂടെ കടന്നു പോകുന്ന നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ശനി വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ നിങ്ങളെ സംബന്ധിച്ച് അത്രമേൽ വലിയ ഗുണഫലങ്ങൾ, നല്ല മാറ്റങ്ങൾ അനുഭവത്തിൽ വരും. 7.5 ശനിയുടെ അവസാന കാലഘട്ടം കഴിഞ്ഞ ഒരു 5 വർഷക്കാലമായി 7.5 ശനി മൂലം ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ് കുംഭം രാശിക്കാർ. നിങ്ങളെ സംബന്ധിച്ച് 7.5 ശനിയുടെ അവസാന കാലഘട്ടമാണ്. അതിൽ ശനി പാദത്തിൽ എത്തി നിൽക്കുന്ന അവസ്ഥ. പാദശനിയുടെ കാലഘട്ടത്തിൽ ശനി വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ, നന്മകളാണ് ലഭിക്കുന്നത്. പ്രത്യേകിച്ചും നിങ്ങൾക്ക് ശനിയുടെ വക്രഗതി ജൂലൈ 18 മുതൽ ആരംഭിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ, ശുഭച്ചിലവുകൾ വന്നു ചേരുന്ന ഒരു അനുഭവമാണ് ഉണ്ടാവുക. നിങ്ങളെ സംബന്ധിച്ച് ഓരോ വ്യക്തികൾക്കും ശനിയുടെ വക്രഗതി കാലഘട്ടം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും അധികം ഉയർച്ച നൽകുന്ന ഒരു കാലഘട്ടമായിരിക്കും.
പാദശനി കാലഘട്ടത്തിൽ ശനിയുടെ വക്രഗതി നിങ്ങൾ കുംഭം രാശിക്കാർക്ക് അത്രത്തോളം ഗുണപ്രദമാണ്. ശുഭച്ചിലവുകൾ നൽകുന്ന കാലഘട്ടം എന്ന് പറയാം. നിങ്ങളെ സംബന്ധിച്ച് ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്ന കാലം ആരംഭിക്കുമ്പോൾ മുതൽ കാലാകാലങ്ങളായി നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്ന ഒരു സമയമാണ്. അതുപോലെ മനസ്സിൽ ഒരുപാട് കാലങ്ങളായി നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും യാഥാർത്ഥ്യമാകുന്ന കാലം. ശനി എന്ന് പറയുന്ന ഗ്രഹം തന്നെ കുംഭം രാശിക്കാരെ സംബന്ധിച്ച് ശുഭച്ചിലവുകൾ നൽകുന്ന ഭാവത്തിൻ്റെ അധിപതിയാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് മുന്നോട്ടുള്ള ശനിയുടെ വക്രഗതി കാലഘട്ടം അപ്രതീക്ഷിതമായ ശുഭച്ചിലവുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നൽകുന്ന സമയം. അതായത് സ്വന്തമായൊരു ഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഭൂമി വാങ്ങുവാനുള്ള യോഗം ഈ കാലഘട്ടത്തിൽ വന്നു ചേരും. ഒരു ഗൃഹനിർമ്മാണം ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഗൃഹനിർമ്മാണത്തിനുള്ള കാലം അനുകൂലമാണ്. ഇപ്പോൾ താമസിക്കുന്ന ഭവനം ഒന്ന് പുതുക്കി പണിയണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള യോഗം ലഭിക്കുന്ന സമയം. അതുപോലെ വണ്ടി വാഹന യോഗങ്ങൾ ലഭിക്കുന്ന സമയവും. നിങ്ങളെ സംബന്ധിച്ച് യാത്രകൾ അനുഭവത്തിൽ വരിക, യാത്രകളിൽ കൂടെ നേട്ടമാണ് ശനിയുടെ വക്രഗതി കാലഘട്ടം. വിദേശ ജോലി, വിദേശവാസത്തിന് ആഗ്രഹിക്കുന്നവർക്ക് ആ വിദേശ ജോലി ഒക്കെ ലഭിക്കുന്ന സമയം. അതുപോലെ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് ഒരു ജോലിക്കായിട്ട് പരിശ്രമിക്കുന്ന കുംഭം രാശിക്കാരുണ്ടെങ്കിൽ അത് നിങ്ങളെ സംബന്ധിച്ച് ശനിയുടെ വക്രഗതി ആരംഭിക്കുമ്പോൾ മുതൽ സാധ്യമാകും. ഒരു പുതിയ ജോലി പുതിയൊരു രാജ്യത്ത് അല്ലെങ്കിൽ പുതിയ സ്ഥലത്ത് ലഭിക്കുവാനുള്ള യോഗം നിങ്ങൾക്ക് ഈ ഒരു സമയം വന്നു ചേരും. കുംഭം രാശിക്കാരെ സംബന്ധിച്ച് ഏറ്റവും അധികം നിങ്ങൾക്ക് ഒരു നന്മകൾ വന്നു ചേരുന്ന കാലമാണ്. നിങ്ങളെ സംബന്ധിച്ച് എല്ലാ തരത്തിലും ഒരു മാറ്റമുണ്ടാകും. പ്രത്യേകിച്ച് സാമ്പത്തികപരമായിട്ട് ധനപരമായിട്ടുള്ള ഒരു അഭിവൃദ്ധി ശനിയുടെ വക്രഗതി നിങ്ങൾക്ക് നൽകും. അതായത് ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്നത് രണ്ടാം ഭാവമായ കുടുംബം, വാക്ക്, ധനസ്ഥാനത്ത് മീനം രാശിയിലാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു ശനിയുടെ രണ്ടാം ഭാവമായ ധനസ്ഥാനത്തുള്ള വക്രഗതി സഞ്ചാരം സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ, കടബാധ്യതകളിൽ നിന്ന് നിങ്ങൾക്കൊരു വിട്ടുമാറാനുള്ള സാധ്യത തെളിയും. എത്ര വലിയ സാമ്പത്തികമോ എത്ര വലിയ കടബാധ്യതകളോ ഉണ്ടെങ്കിൽ തന്നെയും അതിനെയൊക്കെ ഒന്ന് പരിഹരിച്ച് മുന്നോട്ട് പോകുവാനുള്ള ഒരു സാമ്പത്തിക അഭിവൃദ്ധി നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുന്ന സമയമാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ധനപരമായിട്ട് പണം സംബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ വിട്ടുമാറും. നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ തക്ക തരത്തിലുള്ള ഒരു പണവരവ്, ധനവരവ് നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുന്ന ഒരു സമയവുമാണ്. അതുപോലെ കുടുംബത്തിൽ ഒരു സന്തോഷം, സമാധാനം നിങ്ങൾക്ക് ലഭിക്കും. ഇപ്പോൾ നിങ്ങളുടെ ദാമ്പത്യ കുടുംബജീവിതത്തിൽ അല്ലെങ്കിൽ സ്വന്തം ബന്ധങ്ങളുടെ ഇടയിലൊക്കെ അനുഭവിച്ചു വന്നിരുന്ന പല പ്രയാസങ്ങളും പ്രശ്നങ്ങളും വിഷമതകളും ഒക്കെ വിട്ടുമാറും. ദാമ്പത്യ കുടുംബജീവിതത്തിൽ ഒരു പരസ്പരം ഒരു അന്യോന്യം, ഒരു സ്നേഹം, ഒരു വിശ്വാസമൊക്കെ കൂടുതലാവുകയും ദാമ്പത്യ കുടുംബജീവിതത്തിൽ സന്തോഷം, സുഖം ലഭിക്കുകയും ചെയ്യുന്ന സമയം. അതുപോലെ സ്വന്തം ബന്ധങ്ങളുടെ ഇടയിലൊക്കെ ഉണ്ടായിരുന്ന പല പ്രയാസങ്ങളും പ്രശ്നങ്ങളും വിട്ടുമാറി സ്വന്തം ബന്ധങ്ങളുമായിട്ടൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ യോഗമുള്ള സമയം ആരംഭിക്കുന്ന കാലവുമാണ്. കുംഭരാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ വാക്കിന് തന്നെ മറ്റുള്ളവരുടെ ഇടയിൽ ഒരു മതിപ്പ് ലഭിക്കുന്ന കാലഘട്ടം. ഒരുപാട് നന്മകൾ വന്നു ചേരും. ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്ന ആ ഒരു കാലം മുതൽ കുംഭം രാശിയിൽപ്പെട്ട പലർക്കും തീർത്ഥാടന സ്ഥലങ്ങൾ, പുണ്യസ്ഥലങ്ങൾ, ക്ഷേത്രങ്ങളൊക്കെ സന്ദർശിക്കാനുള്ള ഭാഗ്യമുണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. ഏതായാലും യാത്രകളും ശുഭച്ചിലവുകളും നിങ്ങൾ കുംഭം രാശിക്കാർക്ക് ശനിയുടെ വക്രഗതി നൽകും. ഏറ്റവും നല്ല സമയമാണ് ഏഴര ശനിയുടെ അവസാന കാലഘട്ടം, പാദശനിയിൽ. ശനിയുടെ ഈ ഒരു വക്രഗതി എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് അത്രമേൽ ഉത്തമമാണ്. നല്ല മാറ്റങ്ങൾ, നല്ല ഗുണഫലങ്ങൾ വന്നു ചേരും. അതുപോലെ ശുഭച്ചിലവുകൾ എന്ന് പറയുമ്പോൾ കുടുംബത്തിൽ മംഗളകരമായ വിവാഹം നടക്കാനുള്ള യോഗമുള്ള സമയം. അതുപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ കുടുംബത്തിലേക്ക് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന സമയം. അതൊക്കെയാണ് ഈ ശനി നൽകുന്നത്. ഏതായാലും നിങ്ങളെ സംബന്ധിച്ച് ഈ പറഞ്ഞ പ്രകാരം അവരവരുടെ ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോയാൽ വളരെ വളരെ ഉത്തമമായിരിക്കും. സമയം, കാലം വളരെ അനുകൂലമാണ്. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് കുംഭം രാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും സർവ്വ ഐശ്വര്യങ്ങളും ലഭിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി മീനം രാശിക്കാരായ പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ശനിയുടെ വക്രഗതി അത്യുത്തമമാണ്. നിങ്ങളെ സംബന്ധിച്ച് ജീവിതത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള, അതായത് ഏഴര ശനിയിലെ തന്നെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ജന്മശനി കാലഘട്ടത്തിൽ കൂടെ സഞ്ചരിക്കുന്ന വ്യക്തികളാണ് മീനം രാശിയിൽപ്പെട്ട പലരും. ആദ്യമേ ഒരു കാര്യം എടുത്തു പറയുന്നു. മീനം രാശിയിൽപ്പെട്ട ഏതൊക്കെ വ്യക്തികൾക്കാണോ, അതായത് പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രത്തിൽ ജനിച്ച നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജനന ജാതകപ്രകാരം ഒരു ലഗ്നത്തിന് അടിസ്ഥാനമാക്കിയ ഒരു ശുഭഗ്രഹത്തിൻ്റെ ദശ നടക്കുന്നവർക്ക് മാത്രമേ ഈ ഏഴര ശനിയുടെ ദോഷത്തിൽ നിന്ന് മുക്തി ലഭിക്കുകയുള്ളൂ. നിങ്ങൾ ഏത്
ലഗ്നമാണെങ്കിലും നിങ്ങളുടെ ലഗ്നത്തിനെ അടിസ്ഥാനമാക്കി ശുഭഗ്രഹത്തിൻ്റെ ദശ നടന്നാൽ അത് വളരെ വളരെ ഉത്തമമാണ്. അങ്ങനെയുള്ളവരെ ഏഴരശനി ബാധിക്കില്ല. എന്തെങ്കിലും ചെറിയ തടസ്സങ്ങൾ നൽകും, അത് അപ്പോൾ തന്നെ തരണം ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാനും സാധിക്കും. എന്നാൽ ആർക്കൊക്കെയാണോ ജാതകപ്രകാരം ഒരു പാപഗ്രഹത്തിൻ്റെ ദശ നടക്കുന്നത് അവർക്കാണ് ഏഴരശനി. അതും ഏഴരശനിയിൽ ഏറ്റവും ബുദ്ധിമുട്ടായ ജന്മശനി കാലഘട്ടമാണ്. അത് വളരെയധികം പ്രശ്നങ്ങൾ നൽകും. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ നൽകും, സാമ്പത്തിക പ്രശ്നങ്ങൾ നൽകും, ദാമ്പത്യ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ നൽകും. അങ്ങനെ എല്ലാ തരത്തിലും പ്രശ്നങ്ങൾ നൽകുന്ന സമയമാണ്. അപ്പോൾ നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങളുടെ സ്വന്തം അനുഭവം കൊണ്ട് തന്നെ ഈ ഏഴരശനിയിലെ ജന്മശനി കാലഘട്ടത്തെപ്പറ്റി നിങ്ങൾക്ക് മനസ്സിലാകും. ശനി നിങ്ങളുടെ ജന്മത്തിൽ സഞ്ചരിക്കുന്ന കാലം, നിങ്ങളുടെ തലയിലാണ് ശനി ഇരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ തലയ്ക്ക് താങ്ങാൻ പറ്റാത്ത തരത്തിലുള്ള ഭാരം, പ്രശ്നങ്ങൾ അനുഭവത്തിൽ വരുന്ന സമയം അത് ഓരോരുത്തർക്കും ഓരോ തരത്തിലായിരിക്കും. സാമ്പത്തികം, ശാരീരികം, ദാമ്പത്യപരമായിട്ട്, സ്വന്തം ബന്ധങ്ങളുടെ ഇടയിൽ, അങ്ങനെ പല തരത്തിലുള്ള പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകുന്ന സമയം. നിങ്ങളെ സംബന്ധിച്ച് ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്ന കാലഘട്ടം, ഈ ജന്മശനി കാലഘട്ടത്തെ ആ ദോഷം വിട്ടുമാറും. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, ആശുപത്രിവാസങ്ങൾ, രോഗദുരിതങ്ങളിൽ കൂടെ ബുദ്ധിമുട്ടുന്നവരുണ്ട്, അല്ലെങ്കിൽ അതിനുവേണ്ടി പണം ചിലവഴിക്കുന്നു, അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ അതൊക്കെ വിട്ടുമാറും. അതുപോലെ സാമ്പത്തിക പ്രയാസങ്ങൾ, കടബാധ്യതകൾ, ദാമ്പത്യ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ, ഇതൊക്കെ വിട്ടുമാറുന്ന സമയമാണ് ശനിയുടെ വക്രഗതി കാലഘട്ടം മീനം രാശിക്കാർക്ക് നൽകുന്നത്. ശനി ജന്മത്തിൽ സഞ്ചരിക്കുന്ന കാലഘട്ടം ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവൻ ചെയ്യുന്ന ശനി കർമ്മകാരകനായതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ജോലിയിൽ ബുദ്ധിമുട്ടുകൾ അനുഭവത്തിൽ വരാം. അത് സ്വന്തം ജോലി ചെയ്യുന്നവരാണ്, ബിസിനസ്സാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ അപ്രതീക്ഷിതമായ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, കടബാധ്യതകൾ, ബുദ്ധിമുട്ടുകൾ ഒക്കെ അനുഭവത്തിൽ വരുന്ന ഒരു സമയമാണ് ജന്മശനി കാലഘട്ടം. ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ പ്രയാസം, പ്രതിസന്ധികൾ വരും. നമ്മുടെ കയ്യിലിരിക്കുന്ന പണം നമ്മൾ ചിലവഴിച്ചാൽ അത് ഗുണപ്രദമാകണമെന്നില്ല. ആർക്കെങ്കിലും പണം കടം കൊടുത്താൽ ആ സമയത്ത് തിരിച്ച് കിട്ടണമെന്നില്ല. അങ്ങനെ സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങളും ഒക്കെ നൽകുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഇവിടെ ഈ ശനി വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾ മീനം രാശിക്കാരെ സംബന്ധിച്ച് അത് വളരെ നല്ല മാറ്റങ്ങൾ നൽകും. എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മുക്തി ലഭിക്കും. അത് ആരോഗ്യമാണെങ്കിലും സാമ്പത്തികം, ദാമ്പത്യം ഒക്കെ ആണെങ്കിലും. അതുപോലെ കർമ്മസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, പെട്ടെന്ന് ജോലി നഷ്ടപ്പെട്ട അവസ്ഥ, അല്ലെങ്കിൽ ഒരു പുതിയ ജോലിക്ക് ശ്രമിച്ചിട്ട് ലഭിക്കുന്നില്ല, വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന മീനം രാശിക്കാരെ സംബന്ധിച്ചും ഒരു ജോലി മാറ്റത്തിന് ആഗ്രഹിക്കുന്നു ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ, പ്രതിസന്ധികളൊക്കെ അനുഭവിക്കുന്നവരാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു ശനിയുടെ വക്രഗതി ആരംഭിക്കുന്ന കാലം മുതൽ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഒരു നല്ല മാറ്റം, ഗുണഫലമുണ്ടാകും. അത് അവരവരുടെ കുടുംബ ദാമ്പത്യ ജീവിതത്തിലും നല്ല ഗുണഫലങ്ങൾ ലഭിക്കും. ആ വിവാഹത്തിൻ്റെ കാര്യങ്ങളുണ്ടായിരുന്ന തടസ്സങ്ങൾ, പ്രയാസങ്ങൾ വിട്ടുമാറും. നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള പണം നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുന്ന സമയം. ഇങ്ങനെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ. പലരെയും സംബന്ധിച്ച് ഏഴരശനി തുടങ്ങിയതറിയാതെ ഒരു ഗൃഹനിർമ്മാണത്തിന്, വീട് നിർമ്മാണത്തിനൊക്കെ ഇറങ്ങിത്തിരിച്ച് അതൊക്കെ പകുതി വഴിയിൽ മുടങ്ങി നിൽക്കുന്ന അവസ്ഥ പല മീനം രാശിക്കാർക്കും ഇപ്പോൾ ഉണ്ട്. അതുപോലെ ഭൂമി സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ, അതൊക്കെ ശനിയുടെ വക്രഗതിയോടുകൂടി അതിൽ നിന്നൊക്കെ ഒരു മാറ്റം ലഭിക്കും. അപ്പോൾ എത്രയും വേഗം ആ ഒരു സമയം നിങ്ങൾക്ക് ലഭിക്കുന്ന ആ നല്ല കാലം, നല്ല സമയത്ത് എല്ലാം വളരെ ഭംഗിയായിട്ട് ആലോചിച്ച് കണ്ട് ആ മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങളൊക്കെ പുനരാരംഭിച്ച് പൂർത്തീകരിക്കുവാനും സാധിക്കും. ഈ ഒരു സമയം ഏഴരശനിയിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ജന്മശനി കാലഘട്ടത്തിൽ ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്ന ഈ ഒരു സമയമാണ് മീനം രാശിക്കാരെ സംബന്ധിച്ച് ഏറ്റവും ഉത്തമമെന്ന് പറയാം. ഒരു മാസ കാലഘട്ടം കൂടെ വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകണം. ജൂലൈ 18 ശനി വക്രഗതി സഞ്ചരിക്കുന്ന കാലഘട്ടം നിങ്ങളുടെ ഏഴരശനിയിലെ ജന്മശനി ആ ദോഷം വിട്ടുമാറി നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ, മുന്നേറ്റങ്ങൾ, നന്മകളൊക്കെ വന്നു ചേരും. ആ സമയത്തെ ഓരോ മീനം രാശിക്കാരനും പരമാവധി പ്രയോജനപ്പെടുത്തുക. ഈ ഒരു സമയം നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ സ്വന്തം ജാതകം കൂടെ നോക്കണം. ജാതകവശാൽ നടക്കുന്ന ദശാകാലങ്ങളും മറ്റും നോക്കി മാത്രമേ മുന്നോട്ട് പോകുവാൻ പാടുള്ളൂ. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ മീനം രാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും ശനിയുടെ വക്രഗതി എല്ലാ നന്മകളും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി.